പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശോധനയുടെ വെള്ളം. ആരാധനയ്ക്ക് ദേവാലയത്തിൽ കൃത്യമായി എത്താറുള്ള യൗസേപ്പിനെ ഒരു ദിവസം പള്ളിയിൽ കാണാതിരുന്നതിനാൽ അയാളുടെ സ്നേഹിതനായ ഹാനിനിയ ശാസ്ത്രി വിവരമറിയാൻ വേണ്ടി യൗസേപ്പിൻ്റെ വീട്ടിലെത്തി. യൗസേപ്പ് വീട്ടിലില്ല എന്ന വിവരം മറിയാം അറിയിച്ചു. മറിയാമിൻ്റെ ശരീരഘടനയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. സംശയകരമായ വിധം അവളുടെ വയർ കണ്ടപ്പോൾ ഹാനിനിയ വിസ്മയിച്ചു പോയി. അയാൾ നേരെ ദേവാലയത്തിലേക്ക് ഓടി പ്രധാന ആചാര്യൻ്റെ മുമ്പാകെ ചെന്ന് പരാതിപ്പെട്ടു. നീതിമാനെന്ന് നിങ്ങൾ മുദ്രകുത്തിയ യൗസേപ്പ് ഹീനനാകുന്നു. അവൻ മഹാ അപരാധം ചെയ്തിരിക്കുന്നു. വിവാഹ നിശ്ചയം മാത്രം ചെയ്ത് അവൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിച്ചു കൊടുത്ത കന്യക അവൻ മൂലം ഗർഭിണിയാക്കപ്പെട്ടിരിക്കുന്നു. ഹാനിനിയായുടെ വാക്കുകൾ പ്രധാന ആചാര്യൻ വിശ്വസിച്ചില്ല. നീതിമാനും നല്ലവനും പക്വതയുള്ളവനുമായ യൗസേപ്പിൽ നിന്ന് ഇപ്രകാരം ഒരു വീഴ്ച ഉണ്ടാവുകയില്ലെന്ന് പ്രധാന ആചാര്യന് ഉറപ്പുണ്ടായിരുന്നു. അഥവാ മാനുഷിക ബലഹീനത മൂലം യൗസേപ്പ് തെറ്റ് ചെയ്യുവാൻ തയ്യാറായാൽ പോലും തികഞ്ഞ ദൈവഭക്തിയും സൽഗുണങ്ങളുടെ കേന്ദ്രവുമായ മറിയാം ഒരിക്കലും അതിന് വശംവദയാവുകയില്ല. 3-ാമത്തെ വയസ്സ് മുതൽ 12-ാം വയസ്സുവരെ അവൾ ദേവാലയത്തിൻ്റെ അന്തഃപുരത്തിൽ വിശുദ്ധിയോടെ ജീവിച്ചവളാണ്. നിസ്സാരമായ ഒരു തെറ്റുപോലും അവളിൽ കണ്ടെത്തുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഹാനിനിയായുടെ പരാതിയിൽ എന്തെങ്കിലും കാര്യമുള്ളതായി പ്രധാന ആചാര്യന് തോന്നിയില്ല. ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭൃത്യന്മാരെ അയച്ച് സത്യം ബോധ്യപ്പെടുക. ഹാനിനിയ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ സംഗതി സത്യമാണോ എന്നറിയാൻ വേണ്ടി പ്രധാന ആചാര്യൻ ഭൃത്യന്മാരെ യൗസേപ്പിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഹാനിനിയായുടെ ആരോപണം ശരിയാണെന്ന് മറിയാമിനെ നേരിട്ട് കണ്ട ഭൃത്യന്മാർക്ക് ബോധ്യപ്പെട്ടു. അവർ ആ വിവരം പ്രധാന ആചാര്യനെ അറിയിച്ചു. പ്രധാന ആചാര്യന്മാരും ശാസ്ത്രിമാരും കൂടി യൗസേപ്പിനെയും മറിയാമിനെയും ആളയച്ചു വരുത്തി ചോദ്യം ചെയ്തു. തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവർ ഇരുവരും ശ്രമിച്ചെങ്കിലും അതൊന്നും വിശ്വസിക്കാൻ ആചാര്യന്മാർ തയ്യാറായില്ല. പ്രധാന ആചാര്യൻ അവസാനമായി തൻ്റെ തീരുമാനം അറിയിച്ചു. ഞാൻ നിങ്ങളെ പരിശോധനയുടെ വെള്ളം കുടിപ്പിക്കും. ആ വെള്ളം നിങ്ങളുടെ അതിക്രമങ്ങളെ വെളിപ്പെടുത്തും. ഗുരുതരമായ ആരോപണത്തിന് വിധേയമാകുന്നവരെ പരിശോധനയുടെ വെള്ളം കുടിപ്പിച്ചതിന് ശേഷം മലമുകളിലേക്ക് അയക്കും. അവർ കുറ്റക്കാരാണെങ്കിൽ മലമുകളിൽ നിന്ന് മടങ്ങും മുമ്പ് ദൈവശിക്ഷ അവരുടെ മേലുണ്ടാകും എന്നാണ് യഹൂദന്മാരുടെ പരമ്പരാഗത വിശ്വാസം. പ്രധാന ആചാര്യൻ പരിശോധനയുടെ വെള്ളമെടുത്ത് യൗസേപ്പിനെ കുടിപ്പിച്ചതിന് ശേഷം മലയിലേക്ക് അയച്ചു. യൗസേപ്പ് മലയിൽ ചെന്ന് യാതൊരു ഉപദ്രവവും കൂടാതെ തിരികെ വന്നു. തുടർന്ന് മറിയാമിനെയും പരിശോധനയുടെ വെള്ളം കുടിപ്പിച്ച് മലമുകളിലേക്ക് പറഞ്ഞയച്ചു. അവളും കുഴപ്പം കൂടാതെ സസുഖം തിരിച്ചെത്തി. രണ്ടുപേർക്കും യാതൊരു അപകടവും ഉണ്ടാകാതിരുന്നതിനാൽ സകല ജനങ്ങളും വിസ്മയിച്ചു പോയി. രണ്ടുപേരും നിരപരാധികളാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു.